പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 28 മുതലുള്ള തിരുവചനങ്ങൾ നമ്മുടെ ധ്യാന വിഷയം ആക്കുകയാണ്. 21 മുതൽ നമ്മൾ വായിക്കുന്നത് കാനാൻകാരിയുടെ വിശ്വാസം എന്ന ഹെഡിങ്ങിലാണ് നമ്മൾ വായിക്കുന്നത്. 28-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്. ഒരാൾക്ക് ഈശോ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കോംപ്ലിമെൻ്റായിട്ട് നമ്മളതിനെ കാണണം. സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇങ്ങനൊരു സമ്മാനം കർത്താവിൽ നിന്ന് ലഭിക്കാൻ ഇടയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ വലുതാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, വലിയ വിശ്വാസമാണ് ഞങ്ങൾക്ക് വേണ്ടത്. നിറവുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് വേണ്ടത്. വിശ്വാസം ഒരു ദാനമാണ്. വിശ്വാസം ഞങ്ങൾ പരിശീലിച്ചെടുക്കുന്നതല്ല. ദൈവത്തിൻ്റെ ദാനമാണ് വിശ്വാസം. കർത്താവെ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടത്, അടിസ്ഥാനപരമായി ഞങ്ങൾക്ക് വേണ്ടത് ഈ വലിയ വിശ്വാസമാണ്. ഈശോയെ, വലിയ വിശ്വാസത്തിൻ്റെ ഉടമകളാകാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ വായിച്ചതുപോലെ കാനാൻകാരി സ്ത്രീ ഈശോയുടെ അടുക്കൽ കരഞ്ഞു പിഴിഞ്ഞ് വരുന്നുണ്ട്. കർത്താവെ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. നമ്മൾ വായിക്കുന്നത് പോലെ, എന്നാൽ യേശു അവളുടെ ഈ പറച്ചിൽ കേട്ടതായിട്ട് പോലും നടിച്ചില്ല. അല്പം ക്രൂരമെന്ന് നമുക്ക് തോന്നും. എന്നാൽ അവനൊരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല. അവസാനം ശിഷ്യന്മാർക്ക് അവളോട് ഇച്ചിരി അലിവ് തോന്നി. ശിഷ്യന്മാർ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, വല്ലതും കൊടുത്തു വിട്. എന്തെങ്കിലും കൊടുത്ത് അവളെ വിടാൻ ഒരു പക്ഷേ കർത്താവ് ആഗ്രഹിച്ചിരുന്നില്ല എന്ന് ചുരുക്കം. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല എന്നുകൂടി നമ്മൾ വായിക്കണം ഇതിനകത്ത്. ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു, അവളെ പറഞ്ഞയച്ചാലും എന്തേലും കൊടുത്ത് പറഞ്ഞു വിട്. എന്തേലും കിട്ടി നമ്മൾ ആയതുകൊണ്ട് കാര്യമില്ല. ഒരുപക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഈ ഭൗതിക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ ഭൗതികമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ്. തീർച്ചയായിട്ടും നല്ലത് തന്നെ, വേണം താനും. നമുക്ക് ആവശ്യങ്ങൾ ധാരാളമാണ്. ചോദിക്കേണ്ടത് അവനോടാണ്, വേറെ ആരോടുമല്ല. അവനോട് ചോദിക്കണം, പ്രാർത്ഥനയുടെ ഭാഗമാകണം. ഇതെല്ലാം ശരി തന്നെ. പക്ഷേ എന്തെങ്കിലും തന്ന് നമ്മളെ തൃപ്തിപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും കിട്ടി നമ്മൾ തൃപ്തിപ്പെടുകയും അരുത്. ജീവിതത്തിന് ഭംഗി തരുന്ന, ജീവിതത്തിന് വളർച്ച നൽകുന്ന എന്തെങ്കിലും കിട്ടി തൃപ്തിപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കരുത്. അവൾക്ക് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞയച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, അവൾക്ക് ആ വലിയ അഭിസംബോധന കേൾക്കാനുള്ള യോഗം ഉണ്ടാവുകയില്ലായിരുന്നു. കർത്താവ് അവളുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അവളുടെ ചോദ്യം കേട്ടതായിട്ട് നടിച്ചില്ല. അവസാനം നമ്മൾ വായിക്കുന്നുണ്ട്, ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഇച്ചിരി ക്രൂരമായ മറുപടിയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടത്. ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്ക് മാത്രമാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പച്ച മലയാള ഭാഷ പറഞ്ഞാൽ, ഇവക്കൊന്നും ചെയ്തു കൊടുക്കാനല്ല എന്നെ വിട്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് വായിച്ചെടുക്കാം. ഉടൻ തന്നെ അവൾ അവനെ പ്രണമിച്ച്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു. വിടാൻ ഭാവമില്ല. കാരണം അവൾക്കറിയാം, ഇവനിലൂടെ മാത്രമേ
എൻ്റെ ജീവിതത്തിൽ എൻ്റെ മകളുടെ ഈ സൗഖ്യം ഇവനിലൂടെ മാത്രമേ സംഭവിക്കൂ. പ്രിയപ്പെട്ടവരെ, വിശ്വാസം പ്രത്യാശയാണ്. വിശ്വാസം ഉറപ്പാണ്. വിശ്വാസം കേവലം തൊലിപ്പുറത്തുള്ള വികാരമല്ല. വിശ്വാസം ഒന്ന്, അത് പ്രത്യാശയാണ്. വിശ്വാസം അത് ഉറപ്പാണ്. ഉറപ്പ്. എനിക്ക് എൻ്റെ കർത്താവിലുള്ള ഉറപ്പിന് പറയുന്ന പേരാണ് വിശ്വാസം. ഇവൾക്ക് ആ ഉറപ്പുണ്ട്. ആ ഉറപ്പില്ലായിരുന്നെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പാട്ടുപെട്ടി മടക്കി ഇവൾ പോയേനെ. വേണമെങ്കിൽ രണ്ട് കുറ്റം പറഞ്ഞിട്ട് ഇവൾ പോയേനെ. ഇവൾക്കൊരു ഉറപ്പുണ്ട്. ഇവനിലൂടെ മാത്രമേ എൻ്റെ മകൾ സുഖപ്പെടൂ എന്നൊരു ഉറപ്പ് ഇവളിലുണ്ട്. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പ് എത്രത്തോളമുണ്ട്, ദൈവത്തോടുള്ള ഒരു ഉറപ്പ് എൻ്റെ ജീവിതത്തിൽ എത്രത്തോളമുണ്ട്, ഈ ഉറപ്പിനെയാണ് കർത്താവ് അവളിൽ കണ്ടെത്തുന്നത്. അവൾ പറഞ്ഞു, കർത്താവ് എന്നെ സഹായിക്കണമേ. അപ്പോൾ കർത്താവ് അല്പം കൂടി ഭാഷ മാറ്റിയോ എന്ന് നമുക്കൊരു സംശയം. അവൻ പറഞ്ഞു, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ശരിയല്ല, ഉചിതമല്ല. അല്പം കഠിനമായി പോയി എന്ന് തോന്നുന്നു ആ പ്രയോഗം. നമുക്കറിഞ്ഞുകൂടാ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് ഉചിതമല്ല. അപ്പോഴും അവളുടെ ഉറപ്പ് പോകുന്നില്ല. ഉറപ്പ് പോകുന്നില്ല. അവളപ്പോൾ തിരിച്ചു പറയുകയാണ്, നായ്ക്കളും യജമാനൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, കർത്താവ് അവൾക്ക് ഉള്ള ഉറപ്പിനെയാണ് ഇതിലൂടെ എല്ലാം ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് 28-ാമത്തെ വാക്യത്തിൽ കർത്താവ് ആ സ്ത്രീയെ അഭിനന്ദിച്ചുകൊണ്ട് പറയുന്നത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നിന്റെ ഉറപ്പ് വലുതാണ്, ദൈവത്തിലുള്ള നിന്റെ ഉറപ്പ് വലുതാണ്. അപ്പോൾ ദൈവത്തിലുള്ള ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ വിശ്വാസം. ഇതാണ് നമ്മളിൽ രൂപപ്പെടേണ്ടതും നമ്മളിൽ വളരേണ്ടതും. നമ്മളിൽ രൂപപ്പെടേണ്ടതും നമ്മളിൽ വളരേണ്ടതും ഈ ഉറപ്പാണ്. ഇത് മർക്കോസ് സുവിശേഷകൻ ഈ സംഭവത്തെ അവതരിപ്പിക്കുമ്പോൾ ഇപ്രകാരമാണ് അവസാനിപ്പിക്കുന്നത്. കർത്താവ് ആ സ്ത്രീയോട് മത്തായി സുവിശേഷത്തിൽ പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ സംഭവിക്കട്ടെ. മർക്കോസ് സുവിശേഷം ഇതിനെ അവസാനിപ്പിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടല്ല. മർക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം, അവൻ അവളോട് പറഞ്ഞു, യേശു അവളോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക. ഈ വാക്ക് മൂലം, ഈ ഉറപ്പ് മൂലം. മർക്കോസ് സുവിശേഷൻ കുറച്ചുകൂടി വ്യത്യാസപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. നിനക്കുള്ള ഈ ഉറപ്പ് മൂലം പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. നിനക്കുള്ള ഈ ഉറപ്പ് മൂലം. പ്രിയപ്പെട്ടവരെ, നമുക്കുള്ള ഉറപ്പ് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ വിജയത്തിന് കാരണമാകും, നമ്മുടെ തന്നെ സൗഖ്യത്തിന് കാരണമാകും. നമ്മൾ എത്രത്തോളം ഉറപ്പുള്ള വ്യക്തികളാണ് എന്നൊരാത്മശോധന അനിവാര്യമാണ്. എനിക്ക് എത്രത്തോളം ദൈവത്തിൽ ഉറപ്പുണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിലും ഇതുപോലെ ഉറപ്പുള്ള ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വായിച്ചിട്ടുള്ളത് തന്നെയാണ്, പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. രക്തസ്രാവക്കാരി സ്ത്രീ. 5-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ വാക്യം, അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കാര്യം നിങ്ങൾക്കറിയാം, ജനക്കൂട്ടത്തിന് നടുവിലൂടെ കുത്തിത്തിരികി കയറി അവനെ തൊടാൻ പറ്റണില്ല. എന്നാൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തൊന്ന് തൊട്ടാൽ മതി. ഉറപ്പ്, ഉറപ്പ്. പ്രിയപ്പെട്ടവർ, ഇത് ചെറിയ കാര്യമല്ല. ആ ഉറപ്പാണ് അവളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ഉറപ്പാണ് അവൾ പോയി അവൻ്റെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് തൊടുന്നത്. അവൾ സുഖം പ്രാപിച്ചു. അപ്പോൾ ഈ ഉറപ്പാണ് അവളെ സുഖപ്പെടുത്തിയത്. കർത്താവ് തന്നെ അടിവരയിട്ട് പറയുന്നുണ്ട്. 34-ാമത്തെ വാക്യം, അവൻ അവളോട് പറഞ്ഞു, മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമുക്കതിനെ ഒന്നുകൂടി തിരുത്തി വായിക്കണം. മകളെ, നിൻ്റെ ഉറപ്പ് നിന്നെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവിലുള്ള നിൻ്റെ ഉറപ്പ് നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ദൈവത്തിലുള്ള നിൻ്റെ ഉറപ്പ് നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് എത്രത്തോളം
ഈ ഉറപ്പ് എൻ്റെ കർത്താവിലുണ്ട്. ഞാൻ നിന്നെ കൈവിടുകയില്ല എന്ന് പ്രവാചകന്മാരിലൂടെ അരുളി ചെയ്ത ഈ കർത്താവിൽ എനിക്ക് എത്രത്തോളം ഉറപ്പുണ്ട്. എത്ര ഉറപ്പോടുകൂടിയാണ് എൻ്റെ കർത്താവിനെ സമീപിക്കുന്നത്. എഫ്രൈം, നീ എൻ്റെ വത്സലപുത്രനല്ലേ, എൻ്റെ ഓമനക്കുട്ടൻ. നിനക്ക് വിരോധമായി പെരുമാറുമ്പോഴെല്ലാം നിന്നെക്കുറിച്ചുള്ള സ്മരണ എൻ്റെ മനസ്സിൽ ഉദിക്കുന്നു. നിനക്ക് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുന്നു. എനിക്ക് നിന്നോട് നിസ്സീമമായ കരുണ തോന്നുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് പറഞ്ഞ എൻ്റെ കർത്താവിൽ, എനിക്ക് വേണ്ടി തുടിക്കുന്ന ഹൃദയമുള്ള എൻ്റെ കർത്താവിൽ, എന്നോട് നിസ്സീമമായ കരുണ തോന്നുന്ന എൻ്റെ കർത്താവിൽ എനിക്ക് എത്രത്തോളം ഉറപ്പുണ്ട്. ഈ ഉറപ്പില്ലെങ്കിൽ ഞാൻ അങ്കലാപ്പിലാവും, ഞാൻ പരവേശത്തിലാവും, ഞാൻ വെപ്രാളത്തിലാവും, ഞാൻ ആധിയും വ്യാധിയും ഉത്കണ്ഠയും. എനിക്ക് എത്രത്തോളം എൻ്റെ കർത്താവിൽ ഉറപ്പുണ്ട്. എൻ്റെ കാര്യത്തിൽ എൻ്റെ കർത്താവ് ശ്രദ്ധാലുവാണ്. ഈ ഉറപ്പുള്ള ഒരു സ്ത്രീയാണ് നമ്മുടെ മുമ്പിൽ സുവിശേഷം അവതരിപ്പിക്കുന്നത്, മറിയം. എന്താ മറിയത്തിൻ്റെ ഉറപ്പ്? കർത്താവ് അരുളി ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച്, കർത്താവ് അരുളി ചെയ്യുമെന്ന് പറഞ്ഞവ വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയം അതല്ലേ പറഞ്ഞത്, ഉറപ്പോടുകൂടി. മറിയത്തിന് ഒരു എത്തും പിടിയും കിട്ടിയില്ല. പുരുഷനെ അറിയാതെ ഒരു സ്ത്രീ അങ്ങനെ ഗർഭം ധരിക്കും. അവളുടെ ആ ഒരു അവ്യക്തത അവതരിപ്പിക്കുന്നുമുണ്ട്. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോഴാണ് ദൈവത്തിൻ്റെ ദൂതൻ അവളോട് പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ ഗർഭം ധരിക്കും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പ്രവൃത്തിയുടെ മുൻപിൽ അവൾ ഉറപ്പ് നേടുകയാണ്. ഇത് കർത്താവിൻ്റെ പ്രവൃത്തി ആണത്, അതിലവൾ ഉറപ്പിക്കുകയാണ്. ആ ഉറപ്പാണ്, ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ മിശിഹ എന്ന ഉറപ്പ് മറിയത്തിനുള്ളത് കൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ദാരുണമായ മരണത്തിൻ്റെ അവസ്ഥയിലും മറിയം എന്ന സ്ത്രീ ഉറപ്പുള്ളവളാണവൾ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഈശോ മരിച്ച ആ രാത്രിക്ക് ഇട്ടിരിക്കുന്ന പേര് ഇരുണ്ട രാത്രി എന്നാണ്. ഇരുണ്ട രാത്രി. മറിയത്തെ സംബന്ധിച്ച് അത് വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രിയാണെന്നാണ് മതബോധന ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഇരുണ്ട രാത്രി. നോക്കൂ, മറിയത്തിൻ്റെ ഏക മകൻ, ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ എന്ന ഉറപ്പ് അവൾക്ക് അവനെക്കുറിച്ചുണ്ട്. പക്ഷേ ആ പൊന്നോമന പുത്രനെ അവർ കൊന്നു കുഴിച്ചു മൂടി ആ രാത്രി. നോക്കണം, സകലതും തകരാവുന്ന രാത്രി, എല്ലാ ഉറപ്പും നഷ്ടപ്പെട്ടു പോകാവുന്ന രാത്രി. പ്രിയപ്പെട്ടവരെ, സകലരും ആ രാത്രിയിൽ ഇടറി. ഒരാളൊഴികെ മറിയമെന്ന ആ സ്ത്രീ ഒഴികെ സകലരും ആ രാത്രിയിൽ ഇടറി. അവൻ മരിച്ചുപോയി. മറിയത്തിന് മാത്രം ഉറപ്പുണ്ട്, അവൻ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ പുത്രനാണ്. മറിയത്തിന് ഉറപ്പുണ്ട്. ആ ഉറപ്പാണ് മറിയം ജീവിതത്തിൻ്റെ അവസാനം വരെ കാത്തു സൂക്ഷിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പാണ് വിശ്വാസം. ഞാൻ എൻ്റെ കർത്താവിൻ്റെ ഉള്ളം കയ്യിലാണ് എന്ന ഉറപ്പിന് പറയുന്ന പേരാണ് വിശ്വാസം. യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപ് 700ഓളം വർഷങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചല്ലോ, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ പറ്റുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. എനിക്കെത്രത്തോളം ഉറപ്പുണ്ട് ദൈവത്തിൻ്റെ ഈ വാക്കിൽ. ഇതാണ് വിശ്വാസം. ഈ ഉറപ്പിന് പറയുന്ന പേരാണ് വിശ്വാസം. ഇനി നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അബ്രാഹാമിനെ നമ്മൾ വിശ്വാസികളുടെ പിതാവായിട്ട് എണ്ണുമല്ലോ. എന്താണ് ഇവിടെ നമ്മൾ കാണുന്നത്? ഉറപ്പാണ് വിശ്വാസം. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് ഈ ഉറപ്പാണ്. എന്താണ് ഉറപ്പ്? പ്രായം കഴിഞ്ഞ, നരബാധിച്ച,
ശരീരം ചുക്കിച്ചുളിഞ്ഞ മൃതപ്രായമായ ശരീരം, അത് തൻ്റെയും തൻ്റെ ഭാര്യയുടെയും. ഈ ശരീരത്തിലേക്ക് നോക്കി ഈ 100 തികഞ്ഞ അബ്രഹാം, വാർദ്ധക്യത്തിൻ്റെ ജഡാനരബാധകൾ ബാധിച്ച അബ്രഹാം, ചുക്കിച്ചുളിഞ്ഞ ശരീരമുള്ള അബ്രഹാം, ഇനി ഒരിക്കലും ആ ശരീരത്തിന് സന്താന ഭാഗ്യം ഉണ്ടാകില്ല എന്ന് പകൽ പോലെ ശരീരം തെളിയിച്ചിട്ടുള്ള അബ്രഹാം, ശരീരത്തിൽ അതിൻ്റെ രേഖകളും അടയാളങ്ങളുമുണ്ട്. ഇനി ഇതിന് ഗർഭധാരണ ഭാഗ്യം ഇല്ലെന്ന് ശരീരത്തിൽ തെളിവുകളുണ്ട് സാറയുടെ. ഇതറിയാവുന്ന സാറ, ഇതറിയാവുന്ന അബ്രഹാം, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വാക്കുകളിൽ ഉറപ്പായിട്ട് ഏറ്റെടുത്തു. ദൈവത്തിൻ്റെ വാക്കാണ് അയാളുടെ ഉറപ്പ്. ദൈവത്തിൻ്റെ വാക്കാണ് ആ മനുഷ്യൻ്റെ ഉറപ്പ്. ആ വാക്കുകളിൽ അയാൾ ഉറപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ വാക്ക് നിറവേറും. ശരീരം ചുക്കിച്ചുളിഞ്ഞതോ ഞങ്ങൾക്കറിഞ്ഞുകൂടാ. ഗർഭധാരണ പ്രായം കഴിഞ്ഞു ഞങ്ങൾക്കറിഞ്ഞുകൂടാ. കർത്താവിൻ്റെ വാക്ക് നിറവേറും. കർത്താവിൻ്റെ വാക്ക് അതിൽ ഞങ്ങൾ ഉറപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കുന്നത്. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ വാക്കുകളിലുള്ള ഉറപ്പാണ്. നമുക്ക് വേണ്ടത് കർത്താവിലുള്ള ഉറപ്പാണ്. നമുക്ക് വേണ്ടത് എനിക്ക് വേണ്ടി ജീവിക്കുകയും മരിക്കുകയും ഉയർക്കുകയും ഇന്നും ജീവിക്കുകയും ചെയ്ത കർത്താവിൻ്റെ വാക്കുകളിലുള്ള ഉറപ്പിന് പറയുന്ന പേരാണ് വിശ്വാസം. ഇതാണ് നമ്മളിൽ വളരേണ്ടത്. ഈ ഉറപ്പാണ് നമ്മളിൽ വളരേണ്ടത്. കേവലം വൈകാരികമായ പാരവശ്യത്തിന് പറയുന്ന പേരല്ല വിശ്വാസം. കേവലം തൊലിപ്പുറത്തുള്ള തോന്നലുകളല്ല വിശ്വാസം. എനിക്കുള്ള ഉറപ്പാണ് എൻ്റെ വിശ്വാസം. ഇതാണ് ഈ സ്ത്രീക്ക്, കാനാൻകാരി സ്ത്രീക്ക്, വലിയ പാരമ്പര്യങ്ങളൊന്നും അവകാശപ്പെടാനില്ലാത്ത കാനാൻകാരി സ്ത്രീക്ക് ഉള്ളത് ഈ ഉറപ്പ് മാത്രമാണ്. ഇവന് മാത്രമേ എൻ്റെ മകളെ സുഖപ്പെടുത്താൻ ആവൂ എന്ന ഉറപ്പ്. ഈ ഉറപ്പിനെയാണ് കർത്താവ് ശ്ലാഘിക്കുന്നത്. അവളുടെ ഉള്ളിലുള്ള ഈ ഉറപ്പിനെയാണ് കർത്താവ് പ്രകീർത്തിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? കർത്താവേ, ഞങ്ങൾക്ക് ഉറപ്പ് തരണമേ, ഞങ്ങൾക്ക് ഉറപ്പ് ഞങ്ങളിൽ അങ്ങയുടെ വാക്കുകളിൽ ഞങ്ങൾക്കൊരു ഉറപ്പ് തരണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങയുടെ വാക്കുകളോടുള്ള ഒരു ഉറപ്പ് തരണമേ, അങ്ങയോടുള്ള ഒരു ഉറപ്പ് ഞങ്ങളുടെ ഹൃദയത്തിൽ തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതിനാണ് ഇന്ന് പലപ്പോഴും വെല്ലുവിളികൾ നേരിടുന്നത്. ഈ മേഖലയിലാണ് ഈ ഉറപ്പ് രൂപപ്പെടാൻ. വിശ്വാസ രൂപീകരണം എന്ന് പറഞ്ഞാൽ ഈ ഉറപ്പ് രൂപപ്പെട്ട് വരിക. അവസാനം എൻ്റെ കർത്താവിൻ്റെ കൈകളിൽ ഞാൻ സുരക്ഷിതനാണ് എന്നുള്ള പറിച്ചെറിഞ്ഞാൽ വിട്ടുമാറാത്ത ഉറപ്പിലേക്ക് ഒരു വ്യക്തി എത്തുകയാണ് വിശ്വാസ രൂപീകരണം. ഈ മേഖലകളിലാണ് ഇന്ന് നമ്മൾ പ്രതിസന്ധി നേരിടുന്നത്. നമ്മുടെ പുതുതലമുറയ്ക്ക് ഈ ഉറപ്പിലേക്ക് നമ്മുടെ പുതുതലമുറയെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല. ചിലപ്പോൾ വീടുകളിലും നമ്മുടെ സംവിധാനങ്ങളിലും ഒക്കെ ചിലപ്പോഴെങ്കിലും നമ്മൾ പരാജയപ്പെടുന്നത് ദൈവത്തിൽ ഉള്ള ഉറപ്പ്, ഒരു വ്യക്തിപരമായ ഉറപ്പ്, ഒരു വ്യക്തിബന്ധത്തിൻ്റെ ഉറപ്പ്, ദൈവത്തിൽ ഉള്ള വ്യക്തിബന്ധത്തിൻ്റെ ഉറപ്പ് വ്യക്തികളിൽ രൂപപ്പെടാനാണ് നമ്മൾ വിഷമിക്കുന്നത്. ക്രിസ്തു തൻ്റെ പരസ്യജീവിതകാലത്ത് കൊടുക്കാൻ ശ്രമിച്ചതും മനുഷ്യരെ കൊണ്ടുവരാൻ ശ്രമിച്ചതും ഈ ഉറപ്പിലേക്ക് വ്യക്തികളെ കൊണ്ടുവരികയാണ്. താങ്ങുന്ന, തലോടുന്ന, ഉള്ളംകൈയിൽ സൂക്ഷിക്കുന്ന, കരുതുന്ന, കാക്കുന്ന ദൈവത്തിലുള്ള ഒരു ഉറപ്പ് അവർക്ക് കൊടുക്കാനാണ് ക്രിസ്തു ശ്രമിക്കുന്നത്. വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ അപ്പൻ
അവയേക്കാൾ എത്ര അധികമായി നിങ്ങളെ അലങ്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവരുടെ ഹൃദയത്തിൽ താങ്ങുന്ന, കരുതുന്ന, കാക്കുന്ന, പരിപാലിക്കുന്ന, ഉള്ളംകൈയിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരപ്പൻ്റെ ചിത്രം, ഒരു ഉറപ്പ് കോറിയിടാനാണ് കർത്താവ് ശ്രമിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മളിലും രൂപപ്പെടേണ്ടത് ഈ ഉറപ്പാണ്. ഇത് ദൈവത്തിൻ്റെ വലിയ ദാനമാണ്. പ്രാർത്ഥിക്കണം, ഈ ഉറപ്പ് മനുഷ്യർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്കിവിടെ ഈ ഉറപ്പുള്ള മക്കളായിട്ട്, ഇവിടെ സമാധാനത്തിൻ്റെ മക്കളായി, ഈ ഉറപ്പുള്ള മക്കളായിട്ട് തമ്പുരാൻ തരുമെന്ന ഉറപ്പ്. മദർ തെരേസയുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ അനുഭവങ്ങളാണ് അങ്ങനെ. ഇന്നും ആധുനിക മനുഷ്യർ എത്രയോ പേര് അങ്ങനെ കർത്താവിൻ്റെ ഉറപ്പിൽ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. എൻ്റെ ഇതൊരു വ്യക്തിപരമായ ബന്ധവും ആ ബന്ധത്തിൽ നിന്ന് രൂപപ്പെടുന്ന ഉറപ്പുമാണ്. അബ്രാഹാമിന് പിതാവായ ദൈവത്തോട് വ്യക്തിപരമായ ഒരു ബന്ധവും ആ അപ്പൻ പറഞ്ഞ വാക്ക് നിറവേറും എന്നൊരു ഉറപ്പും, മറിയത്തിന്, പരിശുദ്ധ മറിയത്തിന് ദൈവത്തോടുള്ള ഒരു വ്യക്തിബന്ധവും ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നിറവേറും എന്നൊരു ഉറപ്പും, കാനാൻകാരി സ്ത്രീക്ക് കർത്താവായ ഈശോ മിശിഹായുടെ ഒരു വ്യക്തിബന്ധവും ആ കർത്താവ് മാത്രമേ എൻ്റെ ഈ പ്രശ്നത്തിന് ഉത്തരം തരാനുള്ളൂ എന്നൊരു ഉറപ്പും. പ്രിയപ്പെട്ടവരെ, ഈ ഉറപ്പാണ് അവളിൽ മർക്കോസ് സുവിശേഷകൻ പറയുന്നത് പോലെ ഈ വാക്കുകൾ, ഈ ഉറപ്പ് മൂലം നിൻ്റെ മകൾ സുഖപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ കാരണം ആകുന്നത് ഈ വ്യക്തിബന്ധവും അത് നൽകുന്ന ഉറപ്പുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ആ ഒരു ഉറപ്പ് ഞങ്ങളിൽ വർദ്ധിപ്പിച്ചു തരണമേ. ആധുനിക കാലഘട്ടം ഞങ്ങളെ ഇതുപോലുള്ള വ്യക്തിബന്ധത്തിൽ നിന്ന്, ക്രിസ്തുവുമായുള്ള വ്യക്തിബന്ധത്തിൽ നിന്നും ഉറപ്പിൽ നിന്നുമൊക്കെ ഞങ്ങളെ പിന്നോട്ട് വിശ്വാസം കേവലം ഭക്തി മാത്രമായിട്ടൊക്കെ മാറാൻ ഉള്ള പ്രലോഭനങ്ങൾ ഞങ്ങൾക്കിടയിൽ സജീവമാണ്. ഞങ്ങൾക്ക് ഈ വ്യക്തിപരമായ ബന്ധവും അത് നൽകുന്ന ഉറപ്പും ഈശോ മിശിഹായോട് ഞങ്ങൾക്ക് വേണ്ടി തല്ലുകൊണ്ട, ഞങ്ങൾക്ക് വേണ്ടി രക്തമൊഴുക്കിയ, ഞങ്ങൾക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ച കർത്താവായ ഈശോ മിശിഹായുടെ ഒരു വ്യക്തിബന്ധവും ആ കർത്താവിൻ്റെ കൈകളിൽ ആണ് ഞങ്ങളെന്നുള്ള ഉറപ്പും, അവൻ ഞങ്ങളെ കാണുന്നുണ്ട്, അവൻ ഞങ്ങളെ അറിയുന്നുണ്ട്, ഇത്തരത്തിലുള്ളൊരു വ്യക്തിപരമായ ഉറപ്പും ഞങ്ങൾ അവൻ്റേതാണ് എന്നുള്ള ഉറപ്പുമൊക്കെ ഞങ്ങളിൽ വർദ്ധിച്ച് ഞങ്ങളുടെ വിശ്വാസം ഉറപ്പിൻ്റെ വിശ്വാസമാവാൻ കർത്താവെ കൃപ തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഞങ്ങൾക്ക് ഉറപ്പ് തരണമേ. ഞങ്ങളുടെ ഉള്ളിൽ ഉറപ്പ്, അങ്ങയുടെ വാക്കുകളോട്, അങ്ങയോട് ഞങ്ങളുടെ ഉള്ളിൽ ഒരു വലിയ ഉറപ്പ് രൂപപ്പെടാൻ കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കേവലം തൊലിപ്പുറത്തുള്ള വികാരം അല്ല വിശ്വാസമെന്നും, അത് അങ്ങയോടുള്ള ഞങ്ങളുടെ വ്യക്തിബന്ധത്തിൻ്റെ ആഴവും അതുവഴി ഞങ്ങൾക്ക് അങ്ങയോട് ലഭിക്കുന്ന ഉറപ്പുമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. കാനാൻകാരിയുടെ ഈ ഉറപ്പ് പോലെ ഞങ്ങളുടെ ജീവിതത്തിലും ഈ ഉറപ്പുള്ള വ്യക്തികളാക്കി ഞങ്ങളെ മാറ്റാൻ സഹായിക്കണമേ. പരിശുദ്ധ മറിയമേ, ഈ ഉറപ്പുള്ള വ്യക്തിയായിരുന്നു അമ്മയെങ്കിൽ ഞങ്ങൾക്കും ആ ഉറപ്പ് ലഭിക്കാൻ വേണ്ടി മാതാവ് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.